യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക്, നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ 9-ാം സ്ഥലത്തെക്കുറിച്ചാണ്. നമ്മളവിടെ കാണുന്നത് ഈശോ കുരിശോടുകൂടെ 3-ാം പ്രാവശ്യം നിലത്ത് വീഴുന്നു. നമുക്കറിയാം, കുരിശിൻ്റെ വഴി ഈശോ 1-ാം പ്രാവശ്യം വീഴുന്നുണ്ട്, 2-ാം പ്രാവശ്യം വീഴുന്നു. ഇതാ 3-ാം പ്രാവശ്യവും ഈശോ വീഴുകയാണ്. ആ കുരിശിൻ്റെ ഭാരം, ഈശോ ക്ഷീണിതനാകുന്നു. അങ്ങനെ കുരിശോടുകൂടെ ഈശോ വീഴുകയാണ്. പലപ്പോഴും കുരിശിൻ്റെ യാത്രയിൽ ഈശോ വീണിട്ടുണ്ട്, പക്ഷേ ലക്ഷ്യത്തിലെത്താൻ വീണ്ടും എഴുന്നേൽക്കുന്നുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മകനെ, മകളെ, നീയായിരിക്കുന്ന പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് നീ എഴുന്നേൽക്കണം, വീണ്ടും നീ നടക്കണം. അതിന് നിന്നെ സഹായിക്കുന്ന ഒന്നാണ് കുംഭസാരം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമ. അവൻ പന്നിക്കൂട്ടിലായിരുന്നു, പാപാവസ്ഥയിലായിരുന്നു. എപ്പോഴും അവനൊരു സുബോധം ഉണ്ടായി, ഞാനൊരു പന്നിക്കൂട്ടിലാണല്ലോ, ഞാൻ ഇവിടെ കിടക്കേണ്ടവനല്ല. ഈ ഒരു ബോധ്യം ഉണ്ടായപ്പോൾ അവൻ ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്, അപ്പൻ്റെ അടുത്തേക്ക് യാത്രയാകുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഇന്നൊരു പാപാവസ്ഥയിലാണോ, അശുദ്ധിയിലാണോ? അതിൽ കിടക്കരുത്. ആ പന്നിക്കൂട്ടിൽ നീ എഴുന്നേൽക്കണം. നീ അപ്പൻ്റെ ഭവനത്തിലേക്ക്, അപ്പൻ്റെ അടുത്തേക്ക് നീ യാത്രയാകണം. 2 കരങ്ങളും വിരിച്ച് കാത്തു നിൽക്കുന്ന ഒരപ്പനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ നോമ്പ് കാലഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്താൻ, എന്തെങ്കിലും വീഴ്ചകളോ പാപാവസ്ഥകളോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പാപമോചനം നേടി നല്ല ധൈര്യത്തോടെ ഞാൻ അപ്പൻ്റെ മകനാണ്, ഞാൻ അപ്പൻ്റെ മകളാണ്, ഈ ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കുരിശിൻ്റെ വഴിയിൽ 9-ാം സ്ഥലം ഈശോ ഈ 3-ാം പ്രാവശ്യം വീഴുന്ന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അതെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ പേര് പറയേണ്ട, അച്ഛാ, ഈ സഹനം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു. അല്ല, അതിന് വലിയ വേദന, അതിന് വലിയ സഹനം. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സഹനത്തിലൂടെ കടന്നു പോകുന്ന അവസരമാണ്. സഹനങ്ങളുടെ പരമ്പരകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒരു സഹനം കഴിഞ്ഞ് അടുത്ത സഹനം, അടുത്ത സഹനം, അതിനേക്കാൾ വലിയ സഹനം. അപ്പോൾ നിരാശ സ്വാഭാവികമായിട്ടും സാധാരണ ഒരു മനുഷ്യന് പിടികൂടാനായിട്ട് വരും. അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് നല്ലതാണ്. കർത്താവെ, ജീവിതത്തിൽ നിരാശപ്പെടാതെ അതെല്ലാം അങ്ങയോർത്ത് സഹിക്കുവാൻ, ഈ കുരിശെടുക്കാൻ എനിക്ക് കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഉണ്ടാകട്ടെ. 2 ചിന്തകളാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഒന്നാമതായിട്ട്, ധൂർത്തപുത്രനെ പോലെ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് സുബോധം വീണ്ടെടുത്ത് നമുക്ക് തിരിച്ചു വരാം. രണ്ടാമതായിട്ട്, പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ഒരു വേദന തീരുമ്പോൾ വേറെ സഹനങ്ങളൊക്കെ വരും. നിരാശപ്പെടരുത്. കുരിശെടുക്കാനുള്ള സഹനത്തിനായിട്ട്, സഹനശക്തിക്കായിട്ട് ഈശോയിലേക്ക് നോക്കുക. ഈശോ ഏറ്റെടുത്ത് കുരിശിലേക്ക് നോക്കുക. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ധൂർത്തപുത്രനെ പോലെ അങ്ങയിലേക്ക് തിരിച്ചു വരുവാൻ ഈ നോമ്പ് കാലത്ത് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ നിരാശപ്പെടാതെ ഞങ്ങൾക്ക് നൽകുന്ന സഹനങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.